നിങ്ങളൊക്കെ സുഖമായിട്ട് വീട്ടിലിരിക്കേണ്ട ഈ സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധത്തിന് നിങ്ങളെയൊക്കെ ഇറക്കേണ്ടി വന്നതിൽ ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളൊരാളോട് യുദ്ധം പ്രഖ്യാപിച്ച് ഇറങ്ങിയതല്ലേ, മൂപ്പര് പറയട്ടെ. നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. അപ്പൊ ഭാഷക്ക് ശുദ്ധി വന്ന സ്ഥിതിക്ക് നിലമ്പൂരിലെ ചർച്ചകൾ മാറുമോ? നിലമ്പൂരിലെ ചർച്ചാ വിഷയം പിണറായിസം, അതിനെന്ത് തർക്കം? അതും തന്നെ തർക്കം ഉണ്ടാവോ? അതോ ചർച്ചക്ക് റെഡിയാണോ? ഞാൻ തയ്യാറായിട്ടല്ലേ ഇരിക്കുന്നത്. മൂപ്പര് റെഡിയാണ്. പക്ഷേ അവിടെ വേറൊരു ചർച്ച നടക്കുന്നുണ്ട്. UDFന്റെ വാതിൽക്കൽ മുട്ടി ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കണത് പോലെ മുന്നണിയിൽ കയറ്റുമോ എന്ന് ചോദിച്ച് ഒരാൾ നടക്കുന്നുണ്ട്. എല്ലാരും മനുഷ്യരല്ലേ. അമ്മി കൊത്താനുണ്ടോ കേരളത്തിന്റെ വിരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാപ്പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. സംഗതി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണിയിൽ കയറണം, അല്ലെങ്കിൽ കാര്യങ്ങൾ നെരുക്കാണ്. അങ്ങനെ UDFന്റെ ഒപ്പം നിന്നുങ്ങാണ്ട് നിലമ്പൂരിലെ ചുമതല മൊത്തമായിട്ട് ഏറ്റെടുക്കണം. പക്ഷേ നിലമ്പൂരിലെ ചുമതല വിട്ടുകൊടുക്കാൻ ചിലവർക്ക് താല്പര്യമല്ല. എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എങ്ങനെ? ആരാന്നാ? എന്നെ ലീഗിന് രസിക്കണില്ല. ഒരു തീരുമാനം ഉണ്ടാക്ക്. വിളിച്ചു, തീരുമാനവും കിട്ടി. അൻവറിന്റെ യോഗ്യത ചർച്ച ചെയ്യേണ്ട സമയമാണോ ഇത് എന്നാണ് അവിടെ പലരും ചർച്ച ചെയ്തത്. എന്നെ രക്ഷിക്കണം, ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചർച്ച മാത്രമാണ്. മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാന്ന് പറഞ്ഞ അവസ്ഥയാണ്. അനിവാര്യമായ ദുരന്തങ്ങളെ അവർ നേരിടട്ടെ എന്നല്ലാതെ ഞങ്ങൾക്കതിൽ മറ്റൊരു കാര്യവും പറയാനില്ല. അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമേ അല്ല. അപ്പൊ മുന്നണിയിലെങ്ങാനും എടുത്തിട്ടില്ലെങ്കിൽ എന്താക്കര മൂപ്പരുടെ അടുത്ത പരിപാടി എന്നാണ് മനസ്സിലാവാത്തത്. അങ്ങനെ കുത്തുകയാണെങ്കിൽ ആ കുത്ത് കണ്ട് രസിക്കാൻ ആരെങ്കിലും അവിടെ റെഡി ആയിരിക്കുന്നുണ്ടോ? ഞാൻ തയ്യാറായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ അൻവറിന്റെ മുന്നണി പ്രവേശനത്തിനാണോ അതോ സ്ഥാനാർത്ഥി ചർച്ചക്കാണോ UDF തല പുകന്നെ ആലോചിക്കണേന്ന് കണ്ടറിയാം.